2008 മുതൽ 2025 വരെ നീണ്ട 18 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് വിരാട് കോഹ്ലിക്കും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനും കാവ്യനീതി ലഭിക്കുന്നത്. IPLന്റെ 18ാം സീസണിൽ കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ആദ്യമായി IPL കിരീടത്തിൽ മുത്തമിട്ടു. വിരാട് കോഹ്ലിയും IPL കിരീടമില്ലെന്ന പരിഹാസങ്ങൾക്കൊടുവിലാണ് കന്നിക്കപ്പിൽ മുത്തമിട്ടത്. മെസ്സി ഫുട്ബോൾ ലോകകപ്പ് ഉയർത്തും പോലെ സച്ചിൻ ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കുന്നത് പോലെ കോഹ്ലി IPL കിരീടം ഉയർത്തുന്നത് കാണാനും ഇതിഹാസങ്ങളുടെ കരിയറിന് പൂർണ്ണത വരാനും ഓരോ ആരാധകനും അത്ര കണ്ട് മോഹിച്ചിട്ടുണ്ടാകും. അന്താരാഷ്ട്ര 2020യിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ കോഹ്ലി IPLൽ ഒരു കിരീടം പോലുമില്ലാതെ എങ്ങനെ വിട പറയും? ഇക്കുറി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കിരീടം നേടുമ്പോൾ യഥാർത്ഥത്തിൽ വിരാട് കോഹ്ലിയല്ല, ഇന്ത്യൻ പ്രീമിയർ ലീഗ് തന്നെയാണ് റോയലാകുന്നത്. 18ാമത് IPLൽ 18ാം നമ്പർ ജേഴ്സിയിൽ കോഹ്ലിക്ക് കിരീടാഭിമാനം. 2007 അന്നത്തെ $50,000 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി കരാറിലെത്തുമ്പോൾ വിരാട് കോഹ്ലി എന്ന 19കാരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിരുന്നില്ല. കോഹ്ലി IPLനൊപ്പം വളർന്നു. IPL കോഹ്ലിക്കൊപ്പം വലുതായി. വൈകാതെ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായ വിരാട് രൂപം ലോക ക്രിക്കറ്റിന്റെ മേൽവിലാസങ്ങളിൽ ഒന്നായപ്പോഴും കോഹ്ലി എന്ന രണ്ടക്ഷരം കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് IPL കിരീടം കിട്ടാക്കനിയായി. ലോകത്തെ ഏറ്റവും മാരകമായ ബാറ്റിംഗ് കോമ്പിനേഷൻ എന്നറിയപ്പെട്ട AB ഡിവില്ലിയേഴ്സും ക്രിസ് ഗെയിലും വിരാട് കോഹ്ലിയും ഒരുമിച്ച് അണിനിരന്നപ്പോഴും ബംഗളൂരു ഇടവഴിയിൽ ഇടറി വീണു. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കിയ വർഷം അദ്ദേഹത്തിന്റെ തന്നെ ക്യാപ്റ്റൻസിയിൽ ഫൈനലിനിറങ്ങിയപ്പോഴും ബംഗളൂരു തോറ്റു. കരിയറിലെ ഏറ്റവും ഉന്നതിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ നായക പദവി ഉപേക്ഷിച്ചു. പിന്നാലെ ബംഗളൂരുവിന്റെ നായകസ്ഥാനവും. അപ്പോഴും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഓരോ സീസൺ പിന്നിടുമ്പോഴും ഇത് ബംഗളൂരുവിന്റെ വർഷമാകും എന്ന വായ്ത്താരിയിൽ 17 വർഷങ്ങൾ കടന്നുപോയി. 18ാം സീസൺ IPLൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരത്തിനുണ്ടായിരുന്നുള്ളൂ: ഒരു IPL കിരീടം സ്വന്തമാക്കുക. ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും അടക്കം ഷെൽഫിലെത്തിച്ച കോഹ്ലിക്ക് IPL ട്രോഫിയുടെ അഭാവം എന്നും പൊള്ളുന്ന അനുഭവമായിരുന്നു. 18 വർഷത്തോളം നീണ്ട കാത്തിരിപ്പ്. ഒടുക്കം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL കിരീടത്തിൽ കോഹ്ലി മുത്തം ചാർത്തി. കണ്ണീരണിഞ്ഞ് കോഹ്ലി മൈതാനത്ത് മുഖം പൊത്തിയിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങേണ്ടി വന്ന RCB ടീമിന്റെ ടോപ്പ് സ്കോററും കോഹ്ലിയായിരുന്നു. ഒരു ആക്രമണ ബാറ്റിംഗിന് മുതിരാതെ പതിയെ സ്കോർ ഉയർത്തുന്ന സൂപ്പർ താരത്തെയാണ് പിന്നീട് സ്റ്റേഡിയത്തിൽ കണ്ടത്. കോഹ്ലി ഇതിനിടയിൽ ഒരു റെക്കോർഡും കുറിച്ചു. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ അടിച്ച താരം എന്ന റെക്കോർഡാണ് കോഹ്ലി സ്വന്തമാക്കിയത്. മുൻ താരം ശിഖർ ധവാന്റെ റെക്കോർഡാണ് കോഹ്ലി പഴങ്കഥയാക്കിയത്. ഫൈനലിലെ 4ാം ഓവറിൽ ബൗണ്ടറി നേടി കോഹ്ലി ഈ നേട്ടം കരസ്ഥമാക്കി. മത്സരത്തിൽ ആകെ 3 ഫോറുകൾ ഉൾപ്പെടെ 43 റൺസാണ് താരം നേടിയത്. ഒടുക്കം RCB 190 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് 184 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പഞ്ചാബിനെ 6 റൺസിന് കീഴടക്കി കോഹ്ലിയും സംഘവും കിരീടം സ്വന്തമാക്കി. 18 വർഷമായി IPLൽ കളിച്ച കോഹ്ലി 18 സീസണിലും ബംഗളൂരുവിനായി കളിച്ചു. ഇതിനു മുൻപ് കളിച്ച 3 IPL ഫൈനലുകളിലും തോൽക്കാനായിരുന്നു വിധി. മാത്രമല്ല RCBയെ പോലെ താരലേലത്തിൽ ഇത്രയധികം കോടികൾ വാരിയെറിഞ്ഞ് സൂപ്പർ താരങ്ങളെ ടീമിലെത്തിച്ച മറ്റൊരു ഫ്രാഞ്ചൈസി ഇല്ല. ക്രിസ് ഗെയിലും AB ഡിവില്ലിയേഴ്സും യുവരാജ് സിംഗും ഗ്ലെൻ മാക്സ്വെല്ലും ജാക്ക് ആലിസും ഫാഫ് ഡു പ്ലസിയും കെവിൻ പീറ്റേഴ്സണും ആരോൺ ഫിഞ്ചും ഷെയ്ൻ വാട്സണും ബ്രണ്ടൻ മക്കല്ലവുമെല്ലാം RCB ജേഴ്സിയിൽ കളിച്ചിട്ടുണ്ട്. ബൗളർമാരുടെ കണക്കെടുത്താൽ മിച്ചൽ സ്റ്റാർക്കും ഡെയിൽ സ്റ്റെയിനും സഹീർ ഖാനും മുത്തയ്യ മുരളീധരനും ഭുവനേശ്വർ കുമാറും മുഹമ്മദ് സിറാജും യുസ്വേന്ദ്ര ചഹലുമെല്ലാം RCBക്കായി വിവിധ സീസണുകളിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അതായത് T20 ക്രിക്കറ്റിലെ വമ്പൻ പേരുകളെയെല്ലാം അവർ കളത്തിലിറക്കിയിട്ടുണ്ട്. എന്നിട്ടും കിരീടം ഷെൽഫിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. RCBയെ സംബന്ധിച്ച് 2016ലെ IPL സീസൺ സ്വപ്ന സമാനമായിരുന്നു. കോഹ്ലി 973 റൺസ് അടിച്ച് റെക്കോർഡിട്ട സീസണിൽ ഡിവില്ലിയേഴ്സും തകർപ്പൻ ഫോമിലായിരുന്നു. ക്രിസ് ഗെയിലും KL രാഹുലും ഷെയ്ൻ വാട്സണുമെല്ലാം കളിക്കാനുണ്ടായിരുന്നിട്ടും ജയിച്ചെന്ന ഘട്ടത്തിൽ നിന്നാണ് ആ വർഷം ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ RCB കളി കൈവിടുന്നത്. പല സീസണുകളിലും ഇത്തരത്തിൽ വലിയ താരനിരയുമായി ഇറങ്ങിയ ടീമിന് നിരാശ മാത്രമായിരുന്നു അവസാനം ബാക്കി. ഇത്തവണ ബാറ്റിംഗിലും ബൗളിംഗിലും RCB പുറത്തെടുക്കുന്ന മികവ് തന്നെയാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകിയത്. 9 സീസണിനിടെ ആദ്യമായാണ് ഇവർ പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിലൊന്നിൽ ഫിനിഷ് ചെയ്യുന്നത്. ഇത്തവണത്തെ RCB ഒരു വൺമാൻ ഷോ ആയിരുന്നില്ല. ടീം ഒന്നടങ്കം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു. ഫിൽ സാൾട്ടും ക്യാപ്റ്റൻ രജത് പടിദാറും ജിതേഷ് ശർമ്മയും ടിം ഡേവിഡുമെല്ലാം നിർണായകമായ സംഭാവനകൾ നൽകി. കഴിഞ്ഞ കുറെ കാലമായി പഴികേട്ട RCBയുടെ മധ്യനിര ഇത്തവണ മികവ് കാട്ടി. ജോഷ് ഹെസൽവുഡ് നയിക്കുന്ന ബൗളിംഗ് നിരയിൽ ന്യൂ ബോളിലും ഡെത്ത് ഓവറുകളിലും മികവ് കാട്ടുന്ന ഭുവനേശ്വർ കുമാറും നിർണായക സമയത്ത് ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്ന യാഷ് ദയാലും മികച്ചു നിന്നു. സ്പിന്നർമാരായി കൃണാൽ പാണ്ഡ്യയെയും യുവതാരം സുയാഷ് ശർമ്മയെയും മാത്രം തെരഞ്ഞെടുത്ത് ലേലത്തിൽ RCB ഞെട്ടിച്ചിരുന്നു. എന്നാൽ
ഈ സ്പിൻ കൂട്ടുകെട്ടാണ് നിരവധി മത്സരങ്ങളിൽ കളിയുടെ ഗതി RCBക്ക് അനുകൂലമാക്കിയത്. ഫൈനലിലും കൃണാലിന്റെ മികവ് കണ്ടു. അങ്ങനെ തകർപ്പൻ പ്രകടനം സീസണിലുടനീളം കാഴ്ചവെച്ചാണ് കോഹ്ലിയും സംഘവും കപ്പിൽ മുത്തമിട്ടത്.